വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വാർഡ് LDF പിടിച്ചെടുത്തു എന്നാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നത്. അവിടെ LDF സ്ഥാനാർത്ഥി കാവ്യ വേണു 52 വോട്ടിന് ജയിച്ചിരിക്കുന്നു എന്ന് വാർത്ത വരുന്നു. പള്ളിക്കൽ പഞ്ചായത്തിലെ 18ാം വാർഡാണത്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF അവരുടെ ലീഡ് നില കൂട്ടുന്നുണ്ട്, 13ലേക്ക് എത്തുന്നുണ്ട്. LDF 15 NDA 28 എന്ന നിലയിൽ നിൽക്കുകയാണ്. അതേസമയം അവിടെ NDA ആധിപത്യം തുടരുന്നു. LDF 15 UDF 13. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എല്ലാ കണ്ണുകളും തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് അവിടെ NDA ശക്തമായ ലീഡിൽ മുന്നിൽ നിൽക്കുന്നു. LDF പുറകിലുണ്ടെങ്കിൽ പോലും പക്ഷേ അത് വലിയൊരു ലീഡാണുള്ളത് NDAക്കുള്ളത്. 13 സീറ്റുകൾക്ക് പുറകിലാണ് LDF. തിരുവനന്തപുരത്ത് ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് ഈ ഘട്ടത്തിൽ. അത് നോക്കുമ്പോൾ LDF 15 മാത്രം ലീഡ് ചെയ്യുന്നു. NDA 28 ലീഡ് ചെയ്യുന്നു. UDF ആകട്ടെ 13 അവരുടെ ലീഡ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. LDFും UDFും തമ്മിലുള്ള അന്തരം കുറയുന്നുണ്ട്. അതായത് 15 LDF ലീഡ് ചെയ്യുമ്പോൾ UDF 13 ലീഡ് ചെയ്യുന്നു. NDA 28 ലീഡ് ചെയ്യുന്നു. ഇതുവരെ വന്ന പലതും പല വാർഡുകൾ വെച്ച് നോക്കുമ്പോൾ LDFിൻ്റെ സിറ്റിംഗ് സീറ്റുകളിലാണ് UDFിൻ്റെ വിജയം ഉണ്ടായിട്ടുള്ളത്. NDAയുടെ സിറ്റിംഗ് സീറ്റുകൾ അവർക്ക് നിലനിർത്താനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇരുവർക്കുമിടയിലുണ്ടായ കനത്ത മത്സരവും NDAക്ക് സഹായകരമായി മാറിയിട്ടുണ്ട് എന്ന ഒരു മത്സര ചിത്രം തിരുവനന്തപുരത്ത് തെളിയുന്നുണ്ട് എന്നതുകൂടി കാണേണ്ടതുണ്ട്.